ഹേ ഗായ്സ്, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഹൈക്യൂ എന്ന് പറഞ്ഞ ആനിമി സീരീസിലെ ഒന്നാമത്തെ സീസണിലെ 7ാമത്തെ എപ്പിസോഡാണ്. സോ എപ്പിസോഡോട് പോകുന്ന മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് വെറും 250 ലൈക്കാണ്. പിന്നെ എല്ലാവരും കമൻറ്റോട് ചെയ്യുക. ഈ ഒരു വീഡിയോക്ക് എപ്പോൾ 70 കമൻറ്റ് ആവുന്നു അപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇന്ന് നമുക്ക് 70 കമൻറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ അടുത്ത എപ്പിസോഡും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും ലൈക്കും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരെ അടുത്ത എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് കാണിക്കുന്നത് നമ്മുടെ കറാസനോയും ഔബജോസയും തമ്മിലുള്ള മാച്ചിൽ നമ്മുടെ കറാസനോ 2 സെറ്റ് വിന്നായി നിൽക്കുന്നതാണ്. നമ്മുടെ കറാസനോയെ ജയിപ്പിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പങ്കിട്ട് നമ്മുടെ കഗയാമ വരെ ഒയ്ക്കവ എന്ന് പറയുന്ന അവരുടെ സീനിയറിനെ കണ്ട് നെട്ടി നിൽക്കുകയാണ്. ഇതേ സമയം നമ്മളെ ഔബജോസിന്റെ കോച്ചാണെങ്കിൽ നമ്മളെ ഒയ്ക്കവയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിന്റെ പരിക്കൊക്കെ ഇപ്പോൾ എങ്ങനെയുണ്ട്, നിനക്ക് ഈ ഒരു മാച്ചിൽ ഇറങ്ങാൻ സാധിക്കുമോ? അപ്പോൾ നമ്മൾ ഒയ്ക്കവ ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എൻ്റെ പരിക്കൊക്കെ മാറിയിട്ടുണ്ടെന്ന് പറയുകയാണ്. അതിന്റെ കൂടെ അവനോട് സൂക്ഷിക്കാനും പറയുന്നുണ്ട്, പരിക്ക് പറ്റാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട്. സോ വാമപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒയ്ക്കവക്ക് ഇനി ഈ ഒരു മാച്ചിൽ ഇറങ്ങാൻ സാധിക്കും. പിന്നെ ഒയ്ക്കവ അവിടേക്ക് വന്ന കാര്യം തന്നെ ഒയ്ക്കവ ഫാൻസ് ആണെങ്കിൽ, അതായത് കുറേ ഗേൾസ് അവനെ ചീറപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് നമ്മൾ ടനക്ക് സാധനം സ്വാഭാവികമായിട്ടും ഒയ്ക്കവയുടെ അടുത്ത് ദേഷ്യം വരുന്നുണ്ട്, അതായത് അസൂയ വരുന്നുണ്ട്. എന്നിട്ട് നമ്മളെ കഗയാമ പറയുന്നുണ്ട്, ഒയ്ക്കവ എൻ്റെ സീനിയർ ആയിരുന്നു, കാരണം കുറേ കാര്യങ്ങൾ ഞാൻ ഒയ്ക്കവ നിന്നാണ് പഠിച്ചത്. പിന്നെ കുറേ കാര്യങ്ങളിൽ ഒയ്ക്കവയാണ് എന്നെക്കാളും കൂടുതൽ ബെറ്റർ. നമ്മുടെ ഷോയോ കഗയാമ ആദ്യമായിട്ടൊരു ഒരാളെ പൊക്കി പറയുന്നത് കേൾക്കുന്നത്. അപ്പോൾ തന്നെ ഷോയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു ഒയ്ക്കവ എന്ന് പറയുന്ന പ്ലെയർ ഒരു സാധാരണ പ്ലെയർ അല്ല. അപ്പോൾ നമ്മളെ ഷോയെ മനസ്സിൽ നിൽക്കുന്നുണ്ട്, സോ ഒയ്ക്കവ കിങ്ങിനെക്കാളും മുകളിലാണ്, അത് കാരണം അവനെ ഗ്രേറ്റ് കിങ് എന്നാണ് വിളിക്കാറുണ്ട്. അതായത് നമ്മളെ കഗയാമനെ കിങ് എന്നല്ല എല്ലാവരും വിളിക്കുക. അത് കാരണം ഈ ഒരു ഒയ്ക്കവ നമ്മളെ ഷോയെ വിളിക്കുന്ന പേരാണ് ഗ്രേറ്റ് കിങ്. ഇതേ സമയം ഒയ്ക്കവയാണെങ്കിലും കറാസനോയിലെ പുതിയ പ്ലേയേഴ്സിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവന്റെ കോച്ച് പെട്ടെന്ന് പോയി വാമപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. ശേഷം 3ാം സെറ്റ് തുടങ്ങുകയാണ്. അതായത് ഇപ്പം നമ്മൾ കറാസനോയും ആബുജോസയും ഓരോ സെറ്റ് വിന്നായിട്ടുണ്ട്. അത് കാരണം ഈ ഒരു 3ാം സെറ്റ് ആരാണ് കളി വിന്നാവുക എന്ന് തീരുമാനിക്കുന്ന ഒരു സെറ്റും കൂടിയാണ്. നമ്മൾ ടനക്കസാനാണെങ്കിൽ അവന് ഒയ്ക്കവയുടെ മേലുള്ള ദേഷ്യം മുഴുവൻ ഈ ഒരു കളി തീർക്കാണ്. അതായത് സ്പൈക്ക് ചെയ്യുന്ന സമയത്തും ബ്ലോക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അഗ്രസീവ് ആയിട്ടാണ്, പവർഫുൾ ആയിട്ടാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കഗയാമയുടെ ഷോയുടെ ഒരു ഫാസ്റ്റ് അറ്റാക്ക് ഒക്കെ ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കറാസനോയും ആബുജോസയും നമ്മളെ ആ ഒരു 3ാം സെറ്റിൽ കറാസനോക്ക് 24 പോയിന്റും ആബുജോസയ്ക്ക് 20 പോയിന്റുമാണ്. അത് കാരണം നമ്മുടെ ക്യാപ്റ്റൻ അയച്ച് മനസ്സിൽ നിൽക്കുന്നുണ്ട്, ഇനി എങ്ങനെങ്കിലും ഒരു പോയിന്റ് കൂടി നേടിയാൽ മതി, നമുക്ക് ടോപ്പ് 4 നിൽക്കുന്ന ഒരു ടീമിനെ പരാജയപ്പെടുത്താൻ സാധിക്കും. അങ്ങനെ നിൽക്കുമ്പോഴാണ് ആബുജോസയിലെ കഗയാമയുടെ പണ്ടത്തെ ടീമായിട്ട് ഒരു പവർഫുൾ ആയിട്ട് ഒരു സ്പൈക്ക് ചെയ്യുന്നുണ്ട്. അതാണെങ്കിലും നമ്മളെ സുഖിഷിമയുടെ മിസ്റ്റേക്ക് കാരണം അവൻ റിസീവിംഗിൽ മോശമായത് തന്നെ അവർക്ക് ഒരു പോയിന്റ് ലഭിക്കുന്നുണ്ട്. അങ്ങനെ അവർക്ക് 21 പോയിന്റായി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒയ്ക്കവ വരുന്നുണ്ട്. അവനാണെങ്കിൽ അവന്റെ ടീമിൽ ഒരു സെറ്ററിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് വരുന്നത്. പിന്നെ ലാസ്റ്റ് നമ്മൾ സുഖിഷിമയുടെ കയ്യിൽ നിന്ന് ഒരു ബോൾ പോയ കാരണം തന്നെ പിന്നെ അവരുടെ ഒരു സെർവാണ്, അതാണെങ്കിലും നമ്മൾ ഒയ്ക്കവയാണ് എടുക്കുന്നത്. ആ ഒരു സെർവാണെങ്കിൽ ഒരു കില്ലർ ജംപ് ഫ്ലോട്ട് സെർവ് തന്നെയാണ് നമ്മൾ ഒയ്ക്കവ കൊടുത്തത്. നമ്മുടെ കഗയാമയുടെ സെർവ് ഒരു തോക്കിന്റെ ബുള്ളറ്റ് പോലെയാണ് പോയതെങ്കിൽ ഒയ്ക്കവയുടെ സെർവ് എന്ന് പറഞ്ഞാൽ മിസൈലൊക്കെ വിട്ട പോലെയാണ്. അത്രയും പവർഫുൾ ആയിട്ടുള്ള സെർവ് നേരെ പോകുന്നത് തീരെ റിസീവ് അറിയാത്ത നമ്മുടെ സുഖിഷിമയുടെ അടുത്തേക്കാണ്. സോ അവനാണെങ്കിൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സെർവ് റിസീവ് ചെയ്യാൻ പറ്റാത്ത കാരണം തന്നെ അത് ഔട്ടേക്ക് പോയി അവർക്കൊരു പോയിന്റ് ലഭിക്കുകയാണ്. ഇപ്പൊ സ്കോർ എന്ന് പറഞ്ഞാൽ 22-24. ശേഷം നമ്മൾ ഒയ്ക്കവയാണെങ്കിൽ ഷോയുടെ അടുത്തും സുഖിഷിമയുടെ അടുത്തുമായിട്ട് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ കളി കുറച്ചു നേരം കണ്ടപ്പോൾ തന്നെ മനസ്സിലായതാണ് നിങ്ങൾ ഈ ഒരു റിസീവിംഗിൽ ആകെ വളരെയധികം മോശമാണെന്ന്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഒയ്ക്കവയുടെ അടുത്ത സെർവ് ഷോയുടെ അടുത്തേക്ക് അല്ലെങ്കിൽ സുഖിഷിമയുടെ അടുത്തേക്കായിരിക്കും. അങ്ങനെ ഒയ്ക്കവ അടുത്ത സെർവും ചെയ്യാണ്. ഇപ്പൊ അടിച്ച ഒരു സെർവ് ആണെങ്കിൽ നേരത്തെ അടിച്ച അതേ സെർവ് പോലെ തന്നെയായിരുന്നു. നേരെ നമ്മൾ സുഖിഷിമയുടെ അടുത്തേക്ക് പോകുന്നു. അവനത് റിസീവ് ചെയ്യാൻ പറ്റാത്ത കാരണം തന്നെ അവർക്ക് ഒരു പോയിന്റ് ലഭിക്കുന്നു. സുഖിഷിമയുടെ ഈ ഒരു അവസ്ഥ നമ്മുടെ ഷോയ്ക്ക് വരെ സാധാരണ തോന്നാണ്. സോ ഈ ഒരു പോയിന്റ് കൂടി ആയപ്പോൾ നമ്മൾ ആബുജോസയ്ക്ക് 23 പോയിന്റ് ആയിട്ടുണ്ട്. നമ്മളെ കറാസനോ ഓൾറെഡി സെറ്റ് പോയിന്റ് നിൽക്കുകയാണ്. എങ്ങനെങ്കിലും അവർക്ക് ഒരു പോയിന്റ് കൂടി നേടിയാൽ മതി. സോ അതിനുവേണ്ടി നമ്മളെ ക്യാപ്റ്റൻ അയച്ചാണെങ്കിൽ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. ക്യാപ്റ്റൻ അയച്ച് ഏറ്റവും സെന്ററിൽ വന്ന് നിന്നിട്ട് സുഖിഷിമയുടെ അടുത്തും ഷോയുടെ അടുത്തും ഒക്കെ കുറെ സൈഡിലോട്ട് പോയി നിൽക്കാൻ പറയാണ്. കറാസനോയുടെ ഈ ഒരു പ്ലാൻ ആണെങ്കിൽ നമ്മളെ ഒയ്ക്കവക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ അവൻ അവന്റെ അടുത്ത സെർവ് ചെയ്യാണ്. അതും മറ്റു 2 സെർവറുകളെ പോലെ തന്നെയായിരുന്നു, ഒട്ടും മോശമായിരുന്നില്ല. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഒയ്ക്കവ ഇപ്പോഴും സുഖിഷിമയുടെ മേലക്കാണ് ടാർഗറ്റ് ചെയ്തത്. സുഖിഷിമ വളരെയധികം ദൂരം നിന്നായിരുന്നു തന്നെ സുഖിഷിമക്ക് റിസീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആദ്യത്തെ 2 സെർവുകളിൽ പവറും സ്പീഡും 100% ആണെങ്കിൽ ഈ ഒരു സെർവിൽ പവറും സ്പീഡും വളരെയധികം കുറവായിരുന്നു. പക്ഷേ സുഖിഷിമ റിസീവ് ചെയ്ത ആ ഒരു ബോളാണെങ്കിൽ വളരെയധികം ഹൈയിൽ പോവാണ്. എന്നിട്ട് ആബുജോസയ്ക്കാണ് അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. ആ ഒരു ബോളാണെങ്കിൽ നേരെ വന്ന് എത്തുന്നത് നമ്മളെ ഒയ്ക്കവയുടെ അടുത്തേക്ക് തന്നെയായിരുന്നു. ഒയ്ക്കവ അവന്റെ ടീമേറ്റ് കൊടുത്തിട്ട് സെറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. സോ അതേപോലെ തന്നെ അവൻ സെറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അവന്റെ ടീമേറ്റ് ആണെങ്കിൽ അത് സ്പൈക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മളെ ഷോ അതിന് മുന്നോട്ട് വരുന്നത്. എന്നിട്ട് അവൻ സ്പൈക്ക് ചെയ്യുന്ന അതേ സ്ഥലത്തേക്ക് നമ്മളെ ഷോ ആണെങ്കിൽ കൃത്യമായിട്ട് തന്നെ അവന്റെ കൈ നീട്ടി വെക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് തന്നെ ആ ഒരു സ്പൈക്കാണ് നമ്മളെ ഷോയുടെ കൈമ ചെറുതായിട്ട് തട്ടുന്നുണ്ട്. അങ്ങനെ ഷോയുടെ കൈമ തട്ടി തെറിച്ച് പോയ ആ ഒരു ബോളാണെങ്കിൽ നമ്മളെ കഗയാമ ഓടി ഒന്ന് സെറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇതറിഞ്ഞതും നമ്മളെ ഷോ ആണെങ്കിലോ അവനിപ്പോ ബ്ലോക്ക് ചെയ്ത ആ ഒരു സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് പോയിട്ട് ഒരു ബ്ലോക്കേഴ്സ് ഇല്ലാത്ത ഫ്രീ സ്പേസ് നോക്കിയിട്ട് അവൻ ഓടുകയാണ്. ഷോയ നല്ല സ്പീഡ് ഓടിയ കാരണം തന്നെ ആബുജോസയിലെ ബ്ലോക്കേഴ്സിനെ നമ്മളെ ഷോയെ നോക്കാൻ സമയം കിട്ടിയില്ല. അതേ സമയം തന്നെ നമ്മളെ കഗയാമ നമ്മളെ ഷോയ്ക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷോ ആണെങ്കിലോ ഈ ഒരു മൊമെന്റിന് വേണ്ടിയാണ് കാത്തിരുന്നത്. അവനാണെങ്കിൽ ഓടി ഒന്ന് ചാടിയിട്ട് നല്ല സ്പീഡിൽ തന്നെ ആ ഒരു ബോൾ സ്പൈക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കണ്ട് നമ്മളെ ഒയ്ക്കവക്ക് ഇതൊക്കെ നോക്കി നിൽക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ.
അങ്ങനെ ഷോയുടെ ആ ഒരു സ്പൈക്കിന് ശേഷം നമ്മളെ കറാസിനോക്ക് 25 പോയിന്റ് ആവുകയും നമ്മളെ കറാസിനോ 2-1 നിലക്ക് ഈ ഒരു സെറ്റ് ജയിക്കുകയാണ്. ഇതൊക്കെ കാണുന്ന ഒഴിക്കവി ഒഴികെ ബാക്കിയുള്ള ആബജോസിലെ എല്ലാ പ്ലേയേഴ്സിനും ട്രിഗർ ആവുന്നുണ്ട്. നമ്മളെ കറാസിനോലെ എല്ലാ പ്ലേയേഴ്സും ക്ഷീണിച്ചിട്ടുണ്ട്, പക്ഷേ അതേപോലെ അവർക്ക് സന്തോഷവുമുണ്ട്. പിന്നെ ഇത് കണ്ട് നമ്മൾ ടക്കേഡ സാൻ ആണെങ്കിൽ ആകെ അത്ഭുതപ്പെട്ടു പോവാണ്. കാരണം ടക്കേഡ സാൻ ആദ്യമായിട്ടാണ് ഷോയുടെയും കഗേമയുടെ ആ ഒരു കോമ്പിനേഷൻ അറ്റാക്ക് കാണുന്നത്. അങ്ങനെ ടക്കേഡ സാൻ ആകെ വണ്ടടിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ കറാസിനോലെ ടീം എല്ലാം വന്നിട്ട് നമ്മുടെ ടക്കേഡ സാൻ എടുത്ത് ടാങ്ക് പറയുന്നത്. കാരണം ടക്കേഡ സാനാണല്ലോ അവർക്ക് ഇങ്ങനത്തെ ഒരു മാച്ച് കളിക്കാൻ വേണ്ടി ഒരു ഓപ്പർച്യൂണിറ്റി ഒപ്പിച്ചു കൊടുത്തത്. അതിനുശേഷം ടക്കേഡ സാൻ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ ഒന്നും നിൽക്കേണ്ട ആൾക്കാരല്ല, ഈ ഒരു ടീമിന് വളരെയധികം വലിയൊരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരെ ചിയറപ്പ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം നമ്മളെ കഗയാമ അവൻ്റെ ഓൾഡ് ടീംമേറ്റിനെ കാണാൻ വന്നിരിക്കുകയാണ്. ആ ഒരു സമയത്താണെങ്കിൽ നമ്മളെ കഗയാമ അവൻ്റെ അടുത്ത് സോറി പറയാൻ വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ എന്തിനാണെന്ന് വെച്ചാൽ പണ്ട് നമ്മളെ കഗയാമ കുറച്ച് സെൽഫിഷ് ആയിരുന്നല്ലോ. പിന്നെ കഗയാമക്ക് അധികം ടീമായിട്ട് കളിക്കാനൊന്നും അറിയുന്നില്ല. ആ ഒരു തെറ്റ് നമ്മൾ കഗയാമ കറാസിനോലേക്ക് വന്നപ്പോഴാണ് മനസ്സിലാക്കിയത്. അത് കാരണം തന്നെ കഗയാമ അവനോട് സോറി പറയാൻ വേണ്ടി പോയപ്പോൾ കഗയാമയുടെ പണ്ടത്തെ ടീമായിട്ട് കഗയാമയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ എൻ്റെ അടുത്ത് ഒരിക്കലും സോറി പറയാൻ പാടില്ല, അതേപോലെ ഞാനും എൻ്റെ അടുത്ത് സോറി പറയാൻ പോണില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിന്നെ എങ്ങനെയാണ് കാണുന്നത് വെച്ചാൽ എനിക്കൊരു നാൾ ഡിഫീറ്റ് ചെയ്യേണ്ട നമ്പർ 1 കിങ് ആയിട്ട് തന്നെ നീ എന്നും ഇരിക്കും. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ കഗയാമ മറുപടി പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഓക്കെ, ഇനി അടുത്ത വർഷം നമ്മൾ കാണുമ്പോൾ ഞങ്ങൾ തന്നെ നിങ്ങളെ ഡിഫീറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ കഗയാമ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ നമ്മൾ കഗയാമയുടെ ടീമേറ്റ് ചിന്തിക്കുന്നുണ്ട്, അവനിപ്പോൾ ഞാൻ എന്ന് പറയുന്നതിന് പകരം ഞങ്ങൾ എന്നാണ് പറഞ്ഞത്. അവ നന്നായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. അതിനുശേഷം കറാസിനോലെ എല്ലാ ആൾക്കാരും ആബജോസിനോട് ടാങ്കിയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. അപ്പോഴാണ് ഇവരുടെ മുന്നിലേക്ക് ഒയ്ക്കവ വരുന്നത്. അങ്ങനെ ഒയ്ക്കവ പറയുന്നുണ്ട്, അടുത്ത പ്രാവശ്യം ഞങ്ങൾ നിങ്ങളെ കാണുന്ന സമയത്ത് എന്തായാലും ഞങ്ങൾ നിങ്ങളെ ഡിഫീറ്റ് ചെയ്തിരിക്കും. ഇതൊക്കെ കേട്ട് നമ്മൾ ഷോ ആണെങ്കിൽ നമ്മൾ ഒയ്ക്കവരുടെ ചൂടാൻ കയറുന്നുണ്ട്. അപ്പോൾ ഒയ്ക്കവയാണെങ്കിൽ നമ്മൾ ഷോയെ പൊക്കി പറയുന്നുണ്ട്, അതായത് അവൻ്റെ ലാസ്റ്റത്തെ ഒരു സ്പൈക്കൊക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ഒയ്ക്കവയാണെങ്കിൽ എല്ലാവരുടെ അടുത്തുമായിട്ട് പറയുന്നുണ്ട്, നിങ്ങളെ അറ്റാക്കിംഗ് കൊണ്ട് ഒഫൻസ് ഒക്കെ വളരെയധികം അടിപൊളി തന്നെയാണ്, പക്ഷേ നിങ്ങളെ റിസീവിങ് വളരെയധികം മോശമാണ്. എന്നിട്ട് ഒയ്ക്കവ കഗയാമയുടെ അടുത്ത് പറയുന്നുണ്ട്, കഗയാമ നിന്നെ അടുത്ത പ്രാവശ്യം കാണുന്ന സമയത്ത് എന്തായാലും ഞാൻ പൊട്ടിച്ചിരിക്കോളാ എന്ന് പറയുമ്പോൾ ഒയ്ക്കവ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം ക്യാപ്റ്റൻ വെച്ച് പറയുന്നുണ്ട്, റിസീവിംഗ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കറാസിനോയുടെ കാവൽമാലാക ഉടനെ തന്നെ വരുന്നതായിരിക്കും. പിന്നെ കാണുന്നത് പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഒയ്ക്കവയാണെങ്കിൽ അവന്റെ ടീമേറ്റിന്റെ അടുത്ത് കഗയാമ വളരെയധികം നല്ലൊരു പ്ലെയർ ആയിട്ട് മാറിയിട്ടുണ്ടെന്ന് പറയാണ്. അപ്പോഴാണെങ്കിൽ അവന്റെ ടീമേറ്റ് പറയുന്നുണ്ട്, അവൻ നിന്നെക്കാളും നല്ല പ്ലെയർ ഒന്നല്ലോ, പിന്നെ എന്തിനാ നീ ഇങ്ങനെ ഇടുന്നവന്ന്, സെറ്റ് ചെയ്യുന്നതിൽ അവൻ എന്നെക്കാളും നല്ല ബെറ്റർ പ്ലെയർ ആണ്, പക്ഷേ ബാക്കിയെല്ലാത്തിലും ഞാൻ തന്നെയാണ് ബെറ്റർ. അതിനുശേഷം കാണിക്കുന്നത് നമ്മൾ ക്യാപ്റ്റൻ ഡേച്ചും ടക്കേഡ സാനും സംസാരിക്കുന്നതാണ്. ക്യാപ്റ്റൻ ഡേച്ച് ആണെങ്കിൽ ടക്കേഡ സാൻ അടുത്ത് പറയുന്നുണ്ട്, നമുക്ക് ഉടനെ തന്നെ ഒരു നല്ല കോച്ചിനെ ഒപ്പിക്കണം, നമ്മൾ ഈ ഒരു മാച്ച് എങ്ങനെയൊക്കെയോ ജയിച്ചതാണ്, ഉടനെ തന്നെ നല്ലൊരു കോച്ചിനെ ഇട്ടാണെങ്കിൽ നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് കേട്ടപ്പോൾ നമ്മൾ ടക്കേഡ സാൻ ആണെങ്കിൽ അതിനെപ്പറ്റി ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി നമ്മുടെ ടീമാണെങ്കിൽ അവരാണെങ്കിൽ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ ടനക സാൻ പറയുന്നുണ്ട്, കഗയാമ നീ എന്തുകൊണ്ടാണ് കറാസിനോയിലേക്ക് വന്നത്? അപ്പോൾ അതിനുത്തരമായി നമ്മൾ കഗയാമ പറയുന്നുണ്ട്, ഞാൻ കേട്ടു ഇവിടെ ഒരു ഊക്കായ് എന്ന് പറയുന്ന ഒരു കോച്ച് ഉണ്ടെന്ന്, ആ ഒരു കോച്ച് അടിപൊളിയാണെന്നാണ് എല്ലാവരും പറഞ്ഞത്, പക്ഷെ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴേക്കും ഊക്കായ് എന്ന് പറയുന്ന കോച്ചാണെങ്കിൽ റിട്ടയർ ആയിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത്. പക്ഷേ ഞാൻ എന്തായാലും ഇപ്പോൾ ഇവിടെ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്, അത് കാരണം ഇനി ഏത് ടീമിനെതിരെയും കളിക്കാൻ ഞാൻ റെഡിയാണ്. അതിനുശേഷം കഗയാമ പറയുന്നുണ്ട്, നമ്മളുടെ ടീമിൽ ഇനിയും 2 കൂടി പ്ലേയേഴ്സിന് ആവശ്യമുണ്ട്, ഒന്ന് ഡിഫൻസ് നോക്കാനായിട്ട് ലിബറോയും പിന്നെ സ്പൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എയ്സിനെയും. അപ്പോഴാണെങ്കിൽ നമ്മൾ ടനക സാൻ പറയുന്നുണ്ട്, ഇത് രണ്ടും നമ്മുടെ ടീമിൽ ഉണ്ടായിരുന്നതാണ്, അവർ ചില കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു ടീമിലോട്ട് വരാത്തത്, പക്ഷേ എന്തായാലും നമ്മളെ ലിബറോ നാളെ തന്നെ എത്തുന്നതായിരിക്കും. അപ്പോഴാണെങ്കിൽ ക്യാപ്റ്റൻ വെച്ച് പറയുന്നുണ്ട്, അവൻ വരികയാണെങ്കിൽ നിങ്ങൾ അവനെയും ടനക്കനെ വിളിക്കുന്ന പോലെ സാറെന്ന് വിളിച്ചോ, അവനത് വളരെയധികം സന്തോഷമാക്കും. ഇത് കേട്ട് നമ്മളെ ഷോയൊക്കെ ആണെങ്കിൽ ആ ഒരു ലിബറയെ കാണാൻ വേണ്ടി നന്നായിട്ട് എക്സൈറ്റഡ് ആയിരിക്കുകയാണ്. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത്. നമ്മളെ വോളിബോൾ കോർട്ടിന്റെ ഉള്ളിലാണെങ്കിൽ നമ്മുടെ കഗയാമ അവന്റെ സെർവ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് കോർട്ടിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു വാട്ടർ ബോട്ടിൽ വെച്ചിട്ട് നമ്മളെ കഗയാമ ആണെങ്കിൽ അവന്റെ ബോൾ ആ ഒരു വാട്ടർ ബോട്ടിൽ തട്ടിക്കാൻ വേണ്ടി നോക്കുകയാണ്. അങ്ങനെ കഗയാമ ഫസ്റ്റ് ചെയ്ത ഒരു സെർവ് ആണെങ്കിൽ കൃത്യമായിട്ട് ഒരു ബോട്ടിൽ തട്ടും എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മളെ ഷോ കയറിട്ട് അത് കൊളാക്കുന്നത്. എന്നിട്ട് ഷോ ആണെങ്കിൽ അവരെ ബോൾ എടുക്കാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് നമ്മളെ കഗയാമ അടുത്ത സെർവ് ചെയ്യുന്നത്. ഇപ്രാവശ്യം ആ ഒരു സെർവ് കൃത്യമായിട്ട് തട്ടും എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് പെട്ടെന്നുണ്ടാ നമ്മുടെ കറാസിനോയുടെ കാവൽമാലാക വന്നിട്ട് ആ ഒരു ബോൾ റിസീവ് ചെയ്യുന്നത്. ഇത് കണ്ടു നിൽക്കുന്ന നമ്മളെ കഗയാമയാണെങ്കിൽ കൃത്യമായിട്ടുള്ള പൊസിഷൻ, കൃത്യമായിട്ടുള്ള ഹാൻഡ് പൊസിഷൻ എല്ലാം കൃത്യമായിരുന്നു, അതൊരു പെർഫെക്റ്റ് റിസീവ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ കഗയാമ ഷോ ആണെങ്കിൽ ആ റിസീവിനെ പറ്റി അത്ഭുതപ്പെട്ട് നിൽക്കുന്നതോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ ഗായ്സ്, എങ്ങനെയുണ്ടായിരുന്ന എപ്പിസോഡ് എന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. പിന്നെ കറാസിനോയിലെ ഈ ഒരു കാവൽമാലാക ആരാന്ന് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടി നിങ്ങൾ കമന്റ് ചെയ്യുക. 70 കമന്റ് ഇന്ന് തന്നെ ആക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത എപ്പിസോഡ് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഒരു വീഡിയോക്ക് നല്ല രീതിക്ക് തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സോ അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് അടുത്ത എപ്പിസോഡ് കാണാം. അതുവരേക്കും ബൈ.